അനുഷ്ക ശർമ്മയുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലുക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ അവൾ ഇട്ടിട്ടുള്ള തുളസിമാല നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? എനിക്കത് കണ്ടപ്പോൾ തുടങ്ങിയത് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ തുളസിമാലയ്ക്ക് വേണ്ടത് തുളസി ബീഡ്സ് ആണ്, പക്ഷെ അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അതിനോട് ഏകദേശം സിമിലാരിറ്റി തോന്നിയിട്ടുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബീഡാണ്. ഇതിന് വേണ്ടത് കുറച്ച് ജംറിങ്സ് വേണം, പിന്നെ ലോക്ക് ഹുക്ക് വേണം, ക്രിം ബീഡ്സ് വേണം, പിന്നെ ഒരു ഗിയർ വയർ, പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലയർ. പിന്നെ ഈ ഗിയർ വയർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് കയ്യിലുള്ള ത്രെഡോ എന്തായാലും മതി. എൻ്റെ കയ്യിൽ ഗിയർ വയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനതെടുത്തു. എന്നിട്ട് വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ കയ്യിലുള്ള ബീഡ്സ് ഏതാണെങ്കിലും അത് അതിൽ മുഴുവനായിട്ട് കോർത്തെടുക്കണം. അത് ബീഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബീഡ് വേണമെങ്കിലും എടുക്കുക. ഇനിയിപ്പോൾ വുഡൻ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സിമിലാരിറ്റി തോന്നും. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചെറിയൊരു ബീഡാണ്. അതിന് വലുപ്പം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഞാനിതൊരു 3 ലെയറിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ലെങ്ത്തിലാണ് ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് 2 എൻഡിലുമായിട്ട് ഈ ഒരു ക്രിം ബീഡ് വെച്ച് ലോക്ക് ചെയ്യണം. ക്രിം ബീഡ് അല്ലെങ്കിൽ ലോക്ക് ബീഡ് എന്നൊക്കെയാണ് ഇതിനെ പറയുക. നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റേഷനറി സ്റ്റോറിൽ ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. ഇപ്പം നമുക്ക് 2 എൻഡിലും ഓരോ ലൂപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. ആ ലൂപ്പിൽ നമ്മൾ ഒരെൻഡിൽ ലോക്ക് ഹുക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ എൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജംപ് റിങ്സ് വെച്ചിട്ട് ഒരു ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ചെയിൻ ആയാലും മതി, ജംപ് റിങ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ ചെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജംപ് റിങ്സ് ഒഴിവാക്കിയിട്ട് ലാസ്റ്റിൽ ആ ചെയിനാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. ഹിന്ദുയിസത്തിൽ ഈ തുളസിമാലയ്ക്ക് ലോർഡ് കൃഷ്ണ, ലോർഡ് രാമ ഇവരായിട്ടൊക്കെ വളരെ ഡീപ്പ് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ തുളസി ബീഡ്സോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വുഡൻ ബീഡ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാൻ സിമിലർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തുളസിമാല നമുക്ക് മാർക്കറ്റിൽ സിമ്പിളായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടിയൊന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ജ്വല്ലറി മേക്കിംഗ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കുറേ ബീഡഡ് ജ്വല്ലറി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് വേണ്ട ഇയറിങ്സ് ആണെങ്കിലും റിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിനു വേണ്ട മെറ്റീരിയൽസ് ഒക്കെ പലപ്പോഴായിട്ട് ഞാൻ കളക്ട് ചെയ്ത് ഓൾറെഡി എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒരു ഫ്രീ ഡേ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് പുറത്തൊക്കെ വന്നിരുന്ന് ഇതുപോലെ ബീഡിങ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യമാണ്. കടയിൽ നിന്ന് വാങ്ങി ഇടാൻ എളുപ്പമാണ്, ബട്ട് ഇതേപോലെ ഉണ്ടാക്കി ഇടുമ്പോൾ അതിനൊരു വേറൊരു സുഖമാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. ഓക്കെ, ബൈ.